ഈ വെള്ളപ്പാണ്ട് രോഗം എനിക്ക് ഇല്ലാതെയാവണം. അത് ഖദറനിന്നാസ്, ജനങ്ങൾക്ക് എന്നോട് എന്തോ ഒരു വെറുപ്പുള്ള പോലെ. മലക്ക് ഇങ്ങനെ തടവി കൊടുത്തു ശരീരത്തിൽ. അങ്ങ് പോയി. നല്ല തൊലി നിറം അല്ലാഹു നൽകി, വജിൽദൻ ഹസനൻ, നല്ല സൗന്ദര്യവും നൽകി, നല്ല തൊലിയും നൽകി. ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, പണത്തിൽ, സമ്പാദ്യത്തിൽ, സമ്പത്തിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ചിലർക്ക് വണ്ടിയായിരിക്കും, ചിലർക്ക് വീടായിരിക്കും, ചിലർക്ക് വേണ്ടത് വേറെന്തെങ്കിലും ആയിരിക്കും, ഫുഡായിരിക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അൽ ഇബിൽ, എനിക്ക് ഒട്ടകങ്ങളാണ് ഇഷ്ടം. 10 തികഞ്ഞു നിൽക്കുന്ന പ്രസവിക്കാനായ ഒട്ടകത്തെ അവർക്ക് നൽകി. എന്ന് പറഞ്ഞു, യുബാറക് ലക ഫീഹാ, ഇതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്ന് പറഞ്ഞു. അളങ്ങു പോയി, ആളെ കണ്ടില്ല. കഷണ്ടി ബാധിച്ച ആൾ അടുത്തേക്ക് വന്നു. അറബിൽ അസ്ല എന്ന് പറയും കഷണ്ടിക്കാർക്ക്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പറഞ്ഞു, ശഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മുടി കൊഴിയും അല്ലേ? അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ, എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസറിന്റെ അസുഖം വന്നവർക്കൊക്കെ റബ്ബേ നീ ശിഫ കൊടുക്കണേ, പടച്ചവനെ ശിഫയാക്കണേ റബ്ബേ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തലമുടി നഷ്ടപ്പെട്ട് കിടക്കുന്നവരൊക്കെ കാണും, വലിയ വിഷമമാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, വേദനയ്ക്ക് ശമനം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ എന്താണ് വേണ്ടതെന്നാ ചോദിക്കുന്നത്. മലക്ക് പറഞ്ഞു, ശഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. വയദ്ഹബു ഹാദാ അന്നി വഖദ് ഖദറനി الناس. പണ്ടൊക്കെ അങ്ങനെ ഉണ്ട്, ഈ കഷണ്ടിയായ ചേനത്തല എന്നൊക്കെ വിളിക്കും അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അങ്ങനെ വിളിക്കലില്ല. പണ്ടൊക്കെ പൂച്ചക്കണ്ണുള്ള കുട്ടികൾ എന്തോ ഇടങ്ങാറായിക്കണ്. സ്കൂളിൽ പോകുമ്പോൾ പൂച്ചക്കണ്ണാന്നൊക്കെ പറയും. എന്ത് ഇടങ്ങാറ ഉമ്മ, എനിക്ക് നല്ല കണ്ണുള്ള തന്നില്ലല്ലോ. ഇന്ന് പൂച്ചക്കണ്ണ് കിട്ടാനാ നടക്കണത് ഓരോരുത്തർ അല്ലേ? അല്ല, പൂച്ചക്കണ്ണ് എന്തോ ഒരു ചുരുക്കുള്ള കുട്ടി, എന്തൊരു ഭംഗി. പണ്ട് സ്കൂളിൽ പോകുമ്പോ അങ്ങനെയല്ല, കളിയാക്കലായിരുന്നു അല്ലേ? അങ്ങനെ ഓരോ കാര്യം ഓരോ കാലത്ത് അങ്ങനെയാണ്. കുറെ കുള്ളന്മാരുടെ ഇടയിലിട്ട് നീണ്ടു നിന്ന ഓനെ ആകെ ഇടങ്ങേറാക്കും. കുള്ളന്മാരുടെ ഇടയിലേക്കാരുണ്ടാവുക. അപ്പൊ നീണ്ടു നിൽക്കുമ്പോ തോട്ടിയെന്ന് വിളിക്കും, വേറെ എന്തെങ്കിലും വിളിക്കും. അപ്പൊ ഇവര് കുറെ നീണ്ട മനുഷ്യന്മാരുടെ ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതറിയുള്ളൂ. അപ്പൊ ഓരോരുത്തരെയും വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാവും. അന്ന് ഇങ്ങനെ കഷണ്ടി കളിയാക്കുന്ന കാലമാണ്. ആൾക്കാർക്കൊക്കെ എന്നോട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടക്കുറവുണ്ട്. എന്റെ മുടി, തലമുടി ഒന്ന് കിട്ടണം. നല്ല മുടി അല്ലാഹു നൽകി, സമൃദ്ധമായ മുടി നൽകി. വിഗ് വെക്കരുത്. എന്ത് ചെയ്യാം, പ്ലാന്റേഷൻ ചെയ്യൂലേ? വേക്കുന്നിടത്തൊക്കെ മുമ്പിൽ വെച്ചിട്ട് പ്ലാന്റേഷൻ ചെയ്യില്ല, മുടി ഗ്രോ ചെയ്യുന്ന, അത് കുഴപ്പമില്ല. എന്ത് ചെയ്ത് തൊപ്പിട്ടോ നടക്കണ്ട, കഷണ്ടി ഷേവ് ചെയ്ത് നടന്നോളൂ. മറ്റേത് ഫേക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒരു ഐബിനെ മറക്കാനാണ്. വേറൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. നിങ്ങളുടെ മുടി നിങ്ങളുടെ തലയിൽ നിന്ന് എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാണ്. അതിന് കുഴപ്പമില്ല എന്നാണ് അലമിങ്ങൾ പറയുന്നത്. അല്ലാഹു അലം. അല്ലാതെ വിഗ് വെക്കരുത്, അത് നബി തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അയാളോട് മലക്ക് ചോദിച്ചു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക്, എന്ത് സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? അദ്ദേഹം പറഞ്ഞു, അൽ ബഖർ, എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഫഅതാഹു ബഖറൻ ഹാമില, ഗർഭിണിയായ പശുവിനെ കൊടുത്തു. പറഞ്ഞു, യുബാറകു ലക ഫീഹാ, നിനക്കിതിൽ ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞു. മലക്ക് പോയി. ഒരു മൂന്നാളും 3 നാട്ടിലായിരിക്കാം. കണ്ണു കാണാത്ത ആളിന്റെ അരികത്തേക്ക് ചെന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചശക്തി നിലർത്തി തരണേ പടച്ചവനെ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഷുഗറൊക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോയ എത്ര ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്ന ഒരു ഫാമിലി ഉണ്ട് ഷാർജയിൽ. ഒരുപാട് ദീനിന് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. ആ വാപ്പ, അവരുടെ ഒരു മകൻ ചെറുപ്പക്കാരനാണ്. കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, റബ്ബേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. അവരുടെ മകൾ ശ്വാസംബന്ധമായ അസുഖമുണ്ട്, റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അവരുടെ ഭാര്യ 10-20 കൊല്ലമായിട്ട് അസുഖത്തിലാണ്, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ദീനിനെ സഹായിക്കുന്നവരാണ്, അല്ലാഹു നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. കണ്ണു കാണാത്ത ആളിന്റെ അരികത്ത് മലക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? പറഞ്ഞു, യറുദ്ദുല്ലാഹു ഇലയ്യ ബസ്വരി, എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് മനുഷ്യരെ കാണാൻ കഴിയണം. കണ്ണിന്റെ നിഅമത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി മുഅ്മിനെ, ആ കാഴ്ച പോയാൽ നമ്മൾ എന്ത് ചെയ്യും?
എന്ത് ചെയ്യും നമ്മൾ വീടില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ഈ കംപ്ലൈന്റ് പറയുന്ന കൂട്ടത്തില് എനിക്കിത് ഉണ്ട്, എനിക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഇങ്ങനെയൊക്കെ പറയണ്ടേ? കൂട്ടത്തിൽ പോസിറ്റീവും പറയണ്ടേ? ആരെങ്കിലും പറയാറുണ്ടോ? അള്ളാഹു ചെയ്ത 10 ലക്ഷം തരാം, നിങ്ങൾ 2 കണ്ണും തരുമെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുമോ? 10 മില്യൺ തരാം, 1 കോടി തരാം, നിങ്ങളുടെ കണ്ണ് തരുമെന്ന് കൊടുക്കുമോ? നിങ്ങൾ കണ്ണ് കൊടുക്കുവോ? അപ്പൊ എത്ര നിങ്ങളെ കണ്ണിന്റെ വില? എന്നിട്ട് പറയാം എന്റെ തീരൊന്നുമില്ല, ഞാനൊന്നുമില്ലാതെ മിസ്കീനാണ്, അതാണ് ഇതാണ്. ദുബൈയിലൊക്കെ യാചന നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചാൽ ഭയങ്കരമായ നിരോധനയാണ്. ഇന്നലെ ഒരു മഗ്‌രിബ് സമയത്ത് ദുബൈയിലായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരന്റെ ഒരു ഷോപ്പിൽ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോകുന്ന കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഫോൺ വിളി വരുന്നു, ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ട്. എന്തേന്ന് ചോദിച്ചു. അപ്പോ ഞാൻ ക്യാഷിലിരിക്കുമ്പോ, ഒരു ബ്ലാങ്കറ്റ് ഒക്കെ വിൽക്കുന്ന ഷോപ്പ്, അവിടെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ്, പാകിസ്ഥാനി പെണ്ണ് തോന്നുന്നു, അല്ലെ ഒരു ഉറുദു സംസാരിക്കുന്ന പെണ്ണ്, നമ്മുടെ ഇന്ത്യക്കാരിയാണോ വേറെ നാട്ടുകാരാണെന്ന് അറിയില്ല, ഏതായാലും യാചിച്ച് കയറി വന്നതാണ്. മൂപ്പര് പറയാം, ഞാൻ സ്റ്റാഫിനോടൊക്കെ പറയലുണ്ട് ആര് വന്നാലും മടക്കി വിടരുത്, എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഞാൻ പൈസ എടുക്കാൻ വേണ്ടി ഡ്രോവർ തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ടീഷർട്ട്, ഇങ്ങനെ വീഡിയോ കാണിച്ചു തന്നു CCTV, ഒരു ചെറുപ്പക്കാരൻ ടീഷർട്ട് ഇട്ടൊരു കാര്യമുണ്ട്. അവനോട് എനിക്ക് സംശയം തോന്നി, ഇത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണിനോട് അയാൾ പറഞ്ഞു, അയാള് ഒന്നും ചോദിക്കല്ല, കീശിന്നിട്ട് ഞാൻ കാണുന്നുണ്ട്, ഇതിൽ വീഡിയോയിലുണ്ട്, 10 ദിർഹം എടുത്തിട്ട് ആ പെണ്ണിന് കൊടുത്തു. ആ പെണ്ണത് വാങ്ങിച്ചു. ഉടനെ തന്നെ CD കാർഡ് കാണിച്ചു കൊടുത്തു, ഞാൻ പോലീസ് എന്നുള്ള ആളാണ്. നേരെ പിടിച്ചോ നോക്കുമ്പോൾ റോഡിൽ തന്നെ ഇവരെ പിടിച്ചോണ്ട് വന്ന വാഹനം നിർത്തിയിട്ടുണ്ട്, പട്ടാളക്കാരുണ്ട്. ആ പെണ്ണിനെ ഉള്ളിൽ തള്ളി കയറ്റി കൊണ്ടുപോയി. യാചിച്ച് വരുന്ന യാചകരിൽ അർഹിക്കുന്നവരും അർഹിക്കാത്തവരുണ്ടാവും. ഒരു നാടിന്റെ നിയമം അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ 10,000 ദിർഹം എങ്ങാനും മിനിമം ഫൈന് വരുന്ന. അവർക്ക് എന്ത് വെച്ചാൽ യാചനയെ പ്രോത്സാഹിപ്പിക്കലാണ്. കാരണം ഈ യാചിക്കുന്ന ആളുകൾക്ക് സഹായം ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരെ സഹായിക്കാൻ. അവിടെ കൊണ്ടാക്കിയാൽ മതി, അവിടെ ചെന്നാൽ കിട്ടും. പക്ഷെ ജനങ്ങളോട് യാചിച്ച് നടക്കുന്നത് രാജ്യത്തിന്റെ അതിന്റെ സ്വഭാവവും രാജ്യത്തിന്റെ അന്തസ്സിനൊക്കെ വലിയ കളങ്കം സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ദുബൈ പോലെയുള്ള ഒരു നാട്, ലോകത്തിന്റെ മുമ്പിൽ നല്ല ഒരു ചിത്രം, മനുഷ്യത്വത്തിന്റെ ഒരു ചിത്രം, പരസ്പര മമതയുടെ സൗഹാർദ്ദത്തിന്റെ ഒരു ചിത്രം കാണിക്കുന്ന നാടാണ്. അവിടെ യാചന അവർ നിർബന്ധമായതിനെ കണിശമായൊരു നേരിടുന്നുണ്ട്. പക്ഷെ നമുക്ക് പാവപ്പെട്ട ആളുകളല്ലാതെ സഹായിക്കാം. ഗവൺമെന്റിന്റെ നിയമം പാലിച്ചേ പറ്റൂ. നമുക്ക് അർഹരായ ആളുകളുണ്ടോ, എല്ലാം നിനക്ക് നമുക്ക് സഹായിക്കുന്ന വിരോധമല്ല. പക്ഷെ യാചന പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. നമുക്കറിയാലോ, പല യാചകന്മാരും പല ആളുകളും കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഒക്കെയാണ്. വലിയ വലിയ കാറുകളിൽ വന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ കയ്യൊക്കെ മടക്കിയിട്ടും ചീഞ്ഞ കുപ്പായൊക്കെ ഇട്ടിട്ട് പിന്നെ വരുന്നത്. അവർ വലിയ വലിയ കോടീശ്വരന്മാരായി മരിച്ചു പോകുന്ന കഥ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതിൽ നല്ലതോ നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സഹായിക്കാം. അവര് പറ്റിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യരുത്. ഇല്ലേ, നമ്മൾ ചെയ്യുന്നതിന് അള്ളാഹു കൂലി തരും. അത്രയാണ്. അമയോട് അള്ളാഹു ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ഫറദ്ദല്ലാഹു ഇലൈഹി ബസ്വറ, അദ്ദേഹത്തിന് കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തു. കാഴ്ചയുടെ കണ്ണിന്റെ ആ ഒരു നിഅമത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണ്, നമ്മൾ എന്നിട്ടും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ യാചിച്ചിറങ്ങുകയാണ്. ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് ചോദിച്ചു. ഖാല അൽ ഗനം, എനിക്ക് ആടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഫഅതാഹു ഷാത്തൻ വാലിദൻ, പ്രസവിക്കാനായ ഒരു ആടിനെയും കൊടുത്തു. അങ്ങനെ മലക്ക് ഡിസപ്പിയറായി, കാണാതെയായി. ഒരാൾക്ക് ഒട്ടകത്തിന്റെ ഒരു താഴ്വര തന്നെ ഒട്ടകം, മറ്റൊരാൾക്ക് ഒരു താഴ്വര മുഴുവൻ പശുക്കൾ, ഒരാൾക്ക് ഒരു താഴ്വര മുഴുവൻ ആടുകൾ. വർഷങ്ങൾ കഴിഞ്ഞു. വെള്ളപ്പാണ്ടുകാരനായിട്ട് മലക്ക് വരികയാണ്. അതേ വെള്ളപ്പാണ്ടുണ്ടായിരുന്നൊരു മനുഷ്യൻ, അയാളെപ്പോലെ തോന്നിക്കുന്ന രൂപത്തിൽ മലക്ക് വന്നു വെള്ളപ്പാണ്ടുകാരന്റെ അടുത്ത്. റജുലുൻ മിസ്കീൻ, ഞാൻ പാവപ്പെട്ട ആളാണ്. തഖത്തഅത് ബിഹിൽ ഹിബാലു ഫീ സഫരി, വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഫലാ ബലാഗൽ യൗമ ഇല്ലാ ബില്ലാഹി സുമ്മ ബിക്, എന്നെ സഹായിക്കണം, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്കൊരു വാഹനം വേണം. അസ്അലുക ബില്ലദി അഅതാകൽ ലൗനൽ ഹസൻ, എന്തോ ഒരു ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ, എന്തൊരു നല്ല തൊലിയാണ് നിങ്ങളുടേത്, നിങ്ങൾക്ക് എത്ര സമ്പത്താണ് അല്ലാഹു നൽകിയത്. അസ്അലുക ബഈറൻ അതബല്ലഗു ബിഹി ഫീ സഫരി, എന്റെ യാത്രയിൽ എന്നെ സഹായിക്കാൻ ഒരൊട്ടകം എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു. നോക്കണേ മുഅ്മിനെ, ഗൾഫിലേക്ക് പോയി മക്കളൊക്കെ ഒരു നല്ല ലെവലിലെത്തി, വീടൊക്കെ ഒന്ന് മാറി സൗകര്യങ്ങളായി, വീടിന് മുമ്പിൽ 1-2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ പഴയകാലം മറന്നു. നമ്മുടെ പഴയത് നമ്മൾ മറക്കല്ലേ. അള്ളാഹു എവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത് എന്ന് മറന്നു പോകല്ലേ. ഇവിടൊക്കെ ഒരുപാട് ഗൾഫിന്റെ നിഅമത്തുണ്ടായ നാടാണ്.
പണ്ടൊക്കെ അങ്ങനെ പറയാം, ഇന്ന് ചാവക്കാട് പറയും, പിന്നെ കൊടുവള്ളിയും പറയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, മറക്കരുത്. അള്ളാഹുവിനെ മതിമറന്ന് ജീവിക്കുകയും വരുത്. അള്ളാഹു നിങ്ങൾക്ക് നല്ല സൗന്ദര്യം തന്നല്ലോ പടച്ചവൻ, നല്ല തൊലി തന്നില്ലേ, നല്ല നിഅമത്ത് തന്നില്ലേ, ഒരൊട്ടകം എനിക്ക് നൽകുമോ? അത് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇപ്പൊ സാധാരണ എല്ലാരും പറയണ മറുപടിയാ, ഇന്നൽ ഹുഖൂഖ കസീറ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അതിനർത്ഥം ഇന്നൽ ഹുഖൂഖ കസീറ, കുറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ സഹായിച്ചാൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കഅന്നീ അഅരിഫുക, എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ. ആര്? മലക്ക് പറഞ്ഞു, വെള്ളപ്പാണ്ടുകാരനായിട്ടാ വന്നത്. അലം തകുൻ അബ്റസ യഖ്ദിറുക അന്നാസ്, നിങ്ങളൊരു വെള്ളപ്പാണ്ട് രോഗിയായിരുന്നില്ലേ? ആളുകളൊക്കെ എങ്ങനെ അയ്യേന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളായിരുന്നില്ലേ നിങ്ങൾ? ഫഖീറൻ ഫഅതാക അല്ലാഹ്, നിങ്ങൾ മിസ്കീനായിരുന്നില്ലേ? അല്ലല്ലേ നിങ്ങൾക്ക് തന്നത്? അപ്പൊ പറഞ്ഞു, ലഖദ് വരിസ്തു ലികാബിരിൻ അൻക, ഇതിന്റെ വാപ്പ വല്യാപ്പ വഴി കിട്ടിയ മുതലാണ്. അയാൾ നിഷേധിച്ചു, വെള്ളപ്പാണ്ടുകാരനായിരുന്നു, നിഷേധിച്ചു. മലക്കിന്റെ ഒരൊറ്റ ദുആ, ഫഇൻ കുൻത കാദിബൻ ഫസയ്യറകല്ലാഹു ഇലാ മാ കുൻത, നീ പറയുന്നത് നുണയാണെങ്കിൽ നീ എന്തായിരുന്നോ മുമ്പായിരുന്നത് ആ രീതിയിലേക്ക് അല്ലാഹു നിങ്ങളെ മാറ്റിക്കളയട്ടെ. പോയി. ആ ചൊറുക്കും സമ്പത്തും ഒക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. പിന്നെ ചെന്നു തലയിൽ മുടിയില്ലാതിരുന്ന അഖ്റഇന്റെ മുമ്പിലേക്ക് അയാളോടും പറഞ്ഞു, എന്തെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയുമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഞാനൊക്കെ ജനിച്ചപ്പോഴേ സുമുഖനാണ്. പറഞ്ഞു, നീ പറയുന്നത് നുണയാണെങ്കിൽ നിന്റെ പഴയ അവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ മടക്കട്ടെ. കഴിഞ്ഞു. മൂന്നാമത്തെ ആള് കണ്ണു കാണാത്ത പറഞ്ഞു, റജുലുൻ മിസ്കീൻ, മിസ്കീനാണ്, വബ്നു സബീൽ, വഴിയാത്രക്കാരനാണ്, എനിക്ക് മാർഗങ്ങളൊന്നുമില്ല, യാത്രയിൽ വഴിയാധാരമില്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ട് എന്റെ യാത്രയിൽ എനിക്ക് കൂട്ടിനായി ഒരു ആടിനെ, അതിന്റെ പാല് കുടിക്കാലോ, എനിക്ക് സഹായമാകും. ആരാണോ നിങ്ങൾക്ക് ഇത്രയധികം സമ്പത്ത് നൽകിയത് അവന് വിചാരിച്ച് നൽകണമേ എന്ന് കണ്ണു കാണാത്ത മനുഷ്യനോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, വ്യത്യസ്തമായിരുന്നു അത്. ആ മറുപടിയാണ് അല്ലാഹു നമ്മെ പ്രതീക്ഷിക്കുന്നത്. ഖദ് കുൻതു അമാ, ഞാനും നിങ്ങളെപ്പോലെ കണ്ണു കാണാത്തൊരു മനുഷ്യനായിരുന്നു. ഫറദ്ദല്ലാഹു ബസ്വരി, അല്ലാഹുവാണ് എനിക്ക് കാഴ്ച തിരിച്ചു നൽകിയത്. വഫഖീറൻ, ഞാൻ ദരിദ്രനായിരുന്നു. ഫഅഗ്നാനി, അല്ലാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയത്. ഫഖുദ് മാ ശിഅത, നിനക്ക് വേണ്ടത് നീ എടുത്തോ. ഫവല്ലാഹി ലാ അജ്ഹദുക അൽയൗമ ലിശൈഇൻ അഖദ്തഹു ലില്ലാഹ്, അല്ലാഹനെ വിചാരിച്ചല്ലേ ചോദിച്ചത്, നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിഷമമല്ല, നീ വേണ്ടതെടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് അന്ധനായിരുന്ന മനുഷ്യൻ കണ്ണു കാണാത്തൊരാൾ മുമ്പിൽ വന്നപ്പോ ആ മലക്കിനോട് പറഞ്ഞപ്പോഴാണ്, അംസിക് മാലക്, നിന്റെ സമ്പത്ത് അവിടെ തന്നെ നിൽക്കട്ടെ. ഫഇന്നകും മുബ്തലീതും, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. ഫറദിയ അൻക, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടു. വസഖിത അലാ സാഹിബൈക, നിങ്ങളുടെ രണ്ട് കൂട്ടുകാരോടും അല്ലാഹു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്, എന്തേ നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ അംഗീകരിച്ചു, ശുക്ർ പറഞ്ഞു. അള്ളാഹുവിന്റെ ശുക്രിന്റെ ഭാഗമാണ് നമ്മുടെ കഴിഞ്ഞകാല വിഷമങ്ങളെ നമ്മൾ ഓർക്കുന്നത്. അതൊരു ശുക്രാണ്. പടച്ചോനെ, നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചവരാ. നമുക്കൊരു ഫാൻ ഇല്ലായിരുന്നല്ലോ, അള്ളാഹു നമുക്ക് AC തന്നില്ലേ. നമുക്കൊരു സൈക്കിൾ ഇല്ലായിരുന്നല്ലോ, വാഹനായില്ലേ, നമുക്ക് കാറ് തന്നില്ലേ. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാ സ്കൂളിലൊക്കെ പോയിരുന്നത്. ഇന്ന് എന്ത് റാഹത്തിലാ നമ്മുടെ മക്കളും പേരക്കുട്ടികളും ജീവിക്കുന്നത്. നമുക്ക് വീടുണ്ടായിരുന്നോ, അള്ളാഹു ഇതൊക്കെ തന്നില്ലേ. വരുമാനം ഇല്ലായിരുന്നല്ലോ, അള്ളാഹു ഇതൊക്കെ നൽകിയില്ലേ. അൽഹംദുലില്ലാഹി ലക യാ റബ്ബ്, പടച്ചവനെ നിനക്ക് നന്ദി റബ്ബേ എന്ന് കൊണ്ട് ശുക്ർ ചെയ്യാൻ നമ്മൾ മറന്നുപോകുന്ന ഒരു ലോകം. ഞാൻ തുടങ്ങി വെച്ച വാക്കും അതായിരുന്നു, സൈലന്റ് ഡിസീസ്. ഒരിക്കലും കാണാൻ കഴിയാത്ത മൗനിയായ ഒരു അസുഖത്തിലൂടെയാണ് ലോകം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞതും നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടവും വറുതിയുടെ കാലമെന്ന് പഴമക്കാർ പറയുന്ന, കഞ്ഞി കിട്ടിയാൽ അതിന്റെ ഉള്ളിൽ എത്ര വറ്റുണ്ട് എന്ന് നോക്കി വെള്ളം കുടിക്കാൻ കിട്ടും, പക്ഷെ വറ്റ് കിട്ടാനില്ല.